അപ്പോൾ നമ്മൾ ഇൻപുട്ട് ബഫറിംഗ് വരെയാണ് പറഞ്ഞത്. ലെക്സിക്കൽ അനാലിസിസിൽ ഇൻപുട്ട് ബഫറിംഗ് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബാക്കിയുള്ളതാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ലെക്സിക്കൽ അനാലിസിസ് ഒന്നുകൂടെ ഒന്ന് പറയാം. എനിക്ക് എവിടെയാണ് നിർത്തിയതെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാനൊരു ജനറലായിട്ടാണ് തുടങ്ങാമെന്ന് വിചാരിക്കും. ലെക്സിക്കൽ അനാലിസിസ് നമ്മൾ പറഞ്ഞു കമ്പൈലറിന് 6 ഫേസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഫേസാണ് ലെക്സിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ഇൻപുട്ട് ബഫറിംഗ് നടത്തിയിട്ടാണ് ഇൻപുട്ട് ബഫറിലേക്ക് നമ്മളുടെ ക്യാരക്ടർ സ്ട്രീമിനെ എടുത്തിട്ടിട്ടാണ് ടോക്കണുകൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെക്സിക്കൽ അനാലിസിസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 2 തരത്തിൽ പറയാം. ഒന്ന്, ഇറ്റ് വിൽ കൺവേർട്ട് ക്യാരക്ടർ സ്ട്രീം ടു ക്യാരക്ടർ സ്ട്രീമിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും? സ്ട്രീം ഓഫ് ടോക്കൺസ്. അതല്ല, ഒന്നുകൂടെ കമ്പൈലറിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ലെക്സിം ടു ടോക്കൺസ്. അപ്പോൾ ലെക്സിം എന്താണ്, ടോക്കൺ എന്താണ്, പാറ്റേൺ എന്താണ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമുക്ക് ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിന് ഒരു പർട്ടിക്കുലർ ആൽഫബറ്റ് ഉണ്ടാവും. ആ ആൽഫബറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളതിനൊരു ഗ്രാമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഗ്രാമറിൽ പറയുന്ന കാര്യങ്ങൾ, അതിൽ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അതിനെയൊക്കെ നമ്മൾ ഒരു ഓട്ടോമാറ്റയുടെ സഹായത്താൽ, ഒരു ട്രാൻസിഷൻ ഡയഗ്രത്തിൻ്റെ സഹായത്താൽ ഒരു പാറ്റേണുകളായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമ്മളെ സഹായിക്കുന്നത് റെഗുലർ എക്സ്പ്രഷൻസും റെഗുലർ ഡെഫിനിഷൻസും ആണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു ധാരണ. അതിനുശേഷം നമ്മൾ എന്താണ് ലെക്സീമുകൾ, എന്താണ് പാറ്റേൺ, ലെക്സീം, ടോക്കൺ, ഈ 3 കാര്യങ്ങൾ പറയും. ലെക്സീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടുന്ന ഓരോന്നിനെയും, ലെക്സിക്കൽ അനലൈസറിനെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഓരോന്നിനെയും നമ്മൾ ലെക്സീം പറയും. അതിന് ഓരോ വിഭാഗത്തിൽ നമ്മൾ പെടുത്തും. അതാണ് ടോക്കണുകൾ. അപ്പോൾ എ എന്ന് പറയുന്നത്, നമുക്ക് ലെക്സീം എഴുതുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഒരു ലെക്സീമാണ്. അതിൻ്റെ ടോക്കൺ എന്താണ്? അതിൻ്റെ ടോക്കൺ ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ. അതൊരു ഐഡൻറ്റിഫയറാണ്. ബി എന്ന് പറയുന്നത് ഒരു ലെക്സീമാണ്. അതൊരു ഐഡൻറ്റിഫയറാണ്. ടോക്കൺ ഐഡൻറ്റിഫയർ. ഇൻഡ് എന്ന് പറയുന്നത് ഒരു ലെക്സീമാണ്. അതെന്താണ്? ഇറ്റ് ഈസ് എ കീവേഡ്. അതൊരു കീവേഡാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ വലുതാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ മാർക്ക് 1 എന്ന് എഴുതിയാൽ അതൊരു ലെക്സീമാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഐഡൻറ്റിഫയർ. അപ്പോൾ ഈ മാർക്ക് 1 എന്നുള്ളതിന് നമ്മളൊരു ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാറ്റേൺ ജനറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പാറ്റേണുകൾ കിട്ടും. ആ പാറ്റേണുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ ഗ്രാമറിൻ്റെ ഒരു സ്ട്രിങ് ആയിട്ട്, ഗ്രാമറിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രിങ്ങിൻ്റെ ഒരു ടൈപ്പ്, അതാണ് പാറ്റേൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ മാർക്ക് 1 എന്ന് പറയുന്നതിന് ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലെറ്റർ ഓർ ഡിജിറ്റ് സ്റ്റാർ. അപ്പോൾ ലെറ്റർ കൊണ്ട് തുടങ്ങണം. അതിനുശേഷം എത്ര ലെറ്റർ വേണമെങ്കിലും വരാം, എത്ര ഡിജിറ്റ് വേണമെങ്കിലും വരാം.
ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റർ കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റേറ്റിൽ ഒരു ലെറ്റർ വരാം. എം എന്ന് പറയുന്നത് ഒരു ലെറ്ററാണ്. എം എന്ന് പറയുന്ന ലെറ്റർ വന്നാൽ അത് രണ്ടാമത്തെ സ്റ്റേറ്റിലേക്ക് പോകും. ആൻഡ് ദാറ്റ് സെക്കൻഡ് സ്റ്റേറ്റ് ഈസ് ആൻ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് ലെറ്റർ ഓർ ഡിജിറ്റ്. എത്ര ലെറ്റർ വേണമെങ്കിലും ഡിജിറ്റ് വേണമെങ്കിലും. എം എന്ന് പറയുന്ന ലെറ്ററാണ്. അപ്പോൾ ഇവിടെ വീണ്ടും എ എന്ന് പറയുന്ന ലെറ്റർ വന്നു, അതിൽ കിടന്നു. ആർ എന്ന് പറയുന്ന ലെറ്റർ വന്നു, അവിടെ കിടന്നു. കെ എന്ന് പറയുന്ന വന്നു, അവിടെ കിടന്നു. എം എന്ന് വന്നു, 1 എന്ന് പറഞ്ഞു, ഡിജിറ്റാണ്, അവിടെ വന്നു. ഇനി നമ്മൾ ഒരു ഇൻഡ് മാർക്ക് 1 കഴിഞ്ഞിട്ട് നമ്മളൊരു കോമ ഇട്ടു. അപ്പോൾ അടുത്ത ട്രാൻസിഷൻ കോമ വന്നാൽ എവിടേക്ക് പോകണം? മൂന്നാമത്തെ സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ അത് അടുത്തതിലേക്ക് പോയി. അപ്പോൾ ഈ 2ൽ കിടക്കുന്ന മാർക്ക് 1 എന്നുള്ളതിന് അത് എന്ത് ചെയ്തു? ഐഡൻറ്റിഫൈ ചെയ്തു. ബിക്കോസ് 2 ഈസ് ആൻ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. രണ്ടാമത്തത് ഒരു ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ്. അത് ആക്സെപ്റ്റ് ചെയ്തു. അതിൽ വന്ന കാര്യങ്ങൾ മുഴുവൻ അത് ആക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാറ്റേൺ. അപ്പോൾ ലെക്സിമും ടോക്കണും പാറ്റേൺ. ഇതാണ് നമുക്ക് ലെക്സിക്കൽ അനലൈസറിൽ പഠിക്കാനുള്ളത്. ഇനി ലെക്സിക്കൽ അനലൈസർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിംപ്ലിഫിക്കേഷനും എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലെക്സിക്കൽ അനലൈസറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്കൊരു ലെക്സ് എന്ന് പറയുന്ന ഒരു പാർട്ട് പഠിക്കാനുണ്ട്. അത് ഞാൻ 2 എണ്ണം യാക്ക്, ലെക്സ്, ഇങ്ങനെ 2 ടൂളുകൾ പഠിക്കാനുണ്ട്. അത് സിൻടാക്സ് അനാലിസിസും കൂടെ കഴിഞ്ഞ ശേഷം ഞാൻ ഒരുമിച്ച് പറഞ്ഞു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനൊരു 2 എക്സാമ്പിളുകൾ പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ലാംഗ്വേജ് എടുത്ത് സി ആണെങ്കിൽ അത് പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന കോഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രിൻ്റ് എഫ് %d അല്ലേ? ഇങ്ങനെയല്ലേ പ്രിൻ്റ് ചെയ്യാം? %d എന്താ ഇത്? ഹലോ എന്ന് അല്ലേ? ഹലോ. ഒരു വാല്യൂവിനെ നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യണം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്ന് കരുതുക. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് നിങ്ങളുടെ ടോക്കണുകൾ എന്നത് ഒരു എക്സാമ്പിൾ പറയുന്നെന്ന് മാത്രം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണെന്ന് മാത്രം. ലെക്സിക്കൽ അനാലിസിസ് പഠിച്ചാൽ ഇതിൽ ഏതൊക്കെയാണ് ടോക്കണുകൾ. ഇതിൽ നമുക്ക് പ്രിൻ്റ് എഫ് എന്നുള്ളതിനെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ ഞാൻ പ്രിൻ്റ് എഫിന് ഒരു ടോക്കൺ ആയിട്ട് എടുത്തു. ഇതൊരു ടോക്കണാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നു. ഇങ്ങനെ ഈ എന്താ പറയുക, കോട്ട്സിനകത്ത് വരുന്നത് നമ്മൾ ഒറ്റ സിംഗിളായിട്ടാണ് കണക്കാക്കുക. ഇതിൽ ഓപ്പൺ കോട്ട്സ് 1, %1, d1, ഹലോ 1 അങ്ങനെ എടുക്കില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന എല്ലാത്തിനെയും ഒറ്റൊന്നായിട്ട് എടുക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. കോമ ഇതൊരു ഓപ്പറേറ്ററാണ്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എക്സ്, ക്ലോസിങ് ബ്രാക്കറ്റ്സ്, സെമി. എത്ര ഉണ്ടെന്ന് നോക്കും. എത്ര ടോക്കണായി? ഇപ്പോൾ 1, 2, ഇത് മൊത്തം 3, 4, 5, 6, 7, 8. അപ്പോൾ എത്ര ഉണ്ട്? 8 എണ്ണം. ഇതിനെ മുഴുവനായിട്ട് നമ്മൾ എത്ര എണ്ണമായിട്ടാണ് കണക്കാക്കുക? ഒരു സിംഗിൾ ടോക്കൺ. ഇത് സിംഗിളാണ്. സിംഗിൾ ടോക്കൺ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് വെച്ചാൽ അതിൽ ഓരോന്നും നമ്മൾ വേറെ എടുക്കണം. ഇൻഡ് എ ബി സി ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7 ടോക്കൺസ്. ടോക്കൺ നോക്കുമ്പോൾ ഇത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. കോഡ്സിനകത്ത് വരുന്നതിന് ഒരു സിംഗിൾ ടോക്കൺ ആയിട്ടാണ് കണക്കാക്കുക. ഓക്കെ. ഇനി ഒരു ഫംഗ്ഷൻ എഴുതുകയാണെന്ന് വെച്ചാൽ
int minimum of a, b അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതൊരു ടോക്കൺ, ഇതൊരു ടോക്കൺ, ഇത് അടുത്ത ടോക്കൺ, എ അടുത്ത ടോക്കൺ, കോമ അടുത്ത ടോക്കൺ, ബി അടുത്തത് ക്ലോസിംഗ് ബ്രാക്കറ്റ്സ്. അപ്പോൾ 1 2 3 4 5 6 7 ടോക്കൺസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ടോക്കണുകളെ കണക്കാക്കുന്നത് ലെക്സിക്കൽ അനലൈസർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലെക്സിക്കൽ അനലൈസറിൽ പഠിച്ചു വയ്ക്കുക. അതിൽ മെയിനായിട്ട് ഇപ്രാവശ്യം ഇപ്പം ഇന്നലെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇൻപുട്ട് ബഫറിംഗ് ആണ് ചോദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇൻപുട്ട് ബഫറിംഗ് ആണ് എടുത്തത്. പിന്നെ വേറെ ലെക്സിക്കൽ അനലൈസർ ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എടുക്കാനുള്ളത് സിൻടാക്സ് അനാലിസിസ്. നമുക്ക് കുറച്ച് പ്രാധാന്യം കൂടിയതും നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും കുറേയേറെ പഠിക്കാനുള്ളതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് സിൻടാക്സ് അനാലിസിസ്. അതുകൊണ്ടാണ് ഞാൻ ലെക്സിക്കൽ അനലൈസറിനെ വേഗം കംപ്ലീറ്റ് ചെയ്ത് അടുത്തതിലേക്ക് പോകും. സിൻടാക്സ് അനാലിസിസ്. ഈ സിൻടാക്സ് അനാലിസിസിലാണ് നമ്മളുടെ ഗ്രാമറുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരുന്നത് സിൻടാക്സ് അനാലിസിസ്. അപ്പോൾ സിൻടാക്സ് അനാലിസിസിൻ്റെ ഒരു പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ നമ്മൾ പല പേരിലും പറയും. സിൻടാക്സ് അനാലിസിസിനെ പാഴ്സർ എന്നുകൂടെ വിളിക്കും. അതെന്തുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. ഈ സിൻടാക്സ് അനാലിസിസ് എന്ന് പറയുന്ന മെത്തേഡിനെ പാഴ്സിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ ലെക്സിക്കൽ അനലൈസർ ഉണ്ട്. അപ്പോൾ ലെക്സിക്കൽ അനലൈസർ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ലെക്സിക്കൽ അനലൈസർ എന്താ ചെയ്യുന്നത്? ലെക്സിക്കൽ അനലൈസറിലേക്ക് ക്യാരക്ടർ സ്ട്രീം വരും അല്ലേ? സ്ട്രീം ഓഫ് ക്യാരക്ടേഴ്സ് വരും. ഇതിൽ നിന്നും പുറത്തേക്ക് എന്ത് വരും? ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ടോക്കണുകളാണ്. ഈ ടോക്കണുകളാണ് എവിടേക്ക് പോകുന്നത്? സിൻടാക്സ് അനലൈസറിലേക്ക് പോകും. ഇത് സിൻടാക്സ് അനലൈസർ. ഈ സിൻടാക്സ് അനലൈസറിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഒരു ട്രീ ആണ്. അതിന് നമ്മൾ സിൻടാക്സ് ട്രീ എന്ന് വിളിക്കും. അതല്ലെങ്കിൽ അതിനെ പാഴ്സ് ട്രീ എന്ന് വിളിക്കും. സിൻടാക്സ് ട്രീ അതല്ലെങ്കിൽ പാഴ്സ് ട്രീ. അപ്പോൾ ഈ സിൻടാക്സ് അനലൈസറിലേക്ക് ലെക്സിക്കൽ അനലൈസർ എപ്പോഴാണ് ടോക്കണുകൾ കൊടുക്കുക? അപ്പോൾ സിൻടാക്സ് അനലൈസർ ആവശ്യപ്പെടും. എങ്ങനെയാണ് ആവശ്യപ്പെടുക? ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ട് ഗെറ്റ് ടോക്കൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സിൻടാക്സ് അനലൈസർ ലെക്സിക്കൽ അനലൈസറിലേക്ക് കൊടുക്കും. അപ്പോൾ ലെക്സിക്കൽ അനലൈസർ അത് കണ്ടെത്തിയിട്ടുള്ള ടോക്കണുകളെ പാഴ്സിങ് ചെയ്യാനായിട്ട് ആർക്ക് കൊടുക്കും? സിൻടാക്സ് അനലൈസറിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവരെയൊക്കെ സഹായിക്കാൻ, നമ്മൾക്ക് എത്ര ഫേസ് ഉണ്ടോ അത്രയും ഫേസുകളെ സഹായിക്കാൻ നമുക്കൊരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണെന്ത്? സിമ്പിൾ ടേബിൾ എന്ന് പറയും. അപ്പോൾ ഈ സിമ്പിൾ ടേബിളിലേക്ക് 2 പേർക്കും കൊടുക്കൽ വാങ്ങലുകളുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ലെക്സിക്കൽ അനലൈസർ എന്തിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ ആ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്തിനെയാണ്, ഏതൊക്കെ ഐഡൻറ്റിഫയറുകളുണ്ട്, ആ ഐഡൻറ്റിഫയറുകൾ ഏത് ടൈപ്പിലാണ്, അതിൻ്റെ വിട്ട് എത്രയാണ്, അതിനെ എവിടെയൊക്കെ ഉപയോഗിക്കാം, അത് ഗ്ലോബലാണോ ലോക്കലാണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ കീവേഡുകളുണ്ട്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്, എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ ഹെഡർ ഫയലുകളുണ്ട് എന്ന് വേണ്ട നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉള്ള ഈച്ച് ആൻഡ് എവരി ഐഡൻറ്റിഫയബിൾസ് ആർ സ്റ്റോർഡ് ഇൻ സിമ്പിൾ ടേബിൾ ബൈ ലെക്സിക്കൽ അനലൈസർ. ലെക്സിക്കൽ അനലൈസർ എല്ലാത്തിനെയും കൊണ്ടുവന്ന് കൃത്യമായിട്ട് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, സിമ്പിൾ ടേബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ സിമ്പിൾ ടേബിളിൽ നിന്നും ഈ ഡീറ്റെയിൽസിനെ എടുത്തിട്ടാണ് നിങ്ങൾ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ കീറി മുറിച്ച് പരിശോധിക്കുക. ആര്? സിൻടാക്സ് അനലൈസർ. അപ്പോൾ ഈ സിൻടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാണ് കൺട്രോൾ സ്ട്രക്ചറുകളുടെ സിൻടാക്സ്. അതാണ് നിങ്ങൾക്ക് സിൻടാക്സ് എന്ന് പറയുന്ന ടേം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെയായിരിക്കും. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്, ഇഫ് എൽസിൻ്റെ സിൻടാക്സ്, സ്വിച്ചിൻ്റെ സിൻടാക്സ് അല്ലേ? നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു 10 മാർക്കിനുള്ള ക്വസ്റ്റ്യനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സിമ്പിളായിട്ട് പറയാം. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി സ്ട്രക്ചർ, ഒരു ഇൻസ്ട്രക്ഷൻ്റെ സ്ട്രക്ചർ
ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഓരോന്നിനും നിങ്ങളൊരു ഹെഡർ ഫയൽ ഇടുകയാണെങ്കിൽ ആ ഹെഡർ ഫയലിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ പെർട്ടിക്കുലർ ലാംഗ്വേജിൽ പെർമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ നിങ്ങൾക്ക് മുന്നേ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഓരോന്നിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? ട്രാൻസിഷൻ ഡയഗ്രാംസ് ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഓട്ടോമാറ്റയുടെ ബേസിലാണ് സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റയുടെ കൺസെപ്റ്റ് പ്രകാരം മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളതിന് ഓട്ടോമാറ്റ എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, അത് നമ്മൾ റെഗുലർ ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് 4 തരത്തിലുള്ള ലാംഗ്വേജും പറഞ്ഞു തന്നു. ആ ഓരോ ലാംഗ്വേജുകളും എന്തിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ റെഗുലർ ഗ്രാമർ ഒന്നുമല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ കൂടെ ആ ഒരു ഫൈനൈറ്റ് ഓട്ടോമാറ്റയുടെ കൺസെപ്റ്റിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചു. നമ്മൾ 2-3 സ്ട്രിങ് ഒക്കെ എഴുതി ആ സ്ട്രിങ്ങിന് ഓട്ടോമാറ്റകളൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ലെക്സിക്കൽ അനലൈസർ പഠിക്കുമ്പോൾ നമ്മളൊരു വേരിയബിളിനുള്ള ഒരു ചെറിയ ഒരു ഓട്ടോമാറ്റ ഒരു പാറ്റേണിന് കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചു. അപ്പോൾ വേരിയബിളിന് അതെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ന പോലെ ഓരോ പ്രോഗ്രാം സ്ട്രക്ചറിനും അതൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വരെ ഫോർ ഈച്ച് ആൻഡ് എവരി സ്ട്രക്ചർ ദർ വിൽ ബി എ പർട്ടിക്കുലർ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഡിക്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിളിന് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ ഏത് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ് അതിന് ആ ഡാറ്റ ടൈപ്പ് കൊടുത്തു എന്ന് വെച്ചാൽ അതിന് എത്ര വിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് കിട്ടും. നമ്മളതിനെ ആദ്യം അവിടെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഒരു സി ലാംഗ്വേജ് എടുത്ത് നോക്കിയാൽ എന്താണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതേണ്ടത്? ആദ്യം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്ന വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് സൂചിപ്പിക്കണം, അല്ലേ? ഇൻഡ് എന്ന് സൂചിപ്പിച്ചു. അതിനുശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കും. എ എന്നാണ് വേരിയബിളിൻ്റെ പേര് കൊടുത്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് എനിക്ക് ഒരെണ്ണത്തിനെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു സെമി കോളനിട്ട് ആ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ അവസാനിപ്പിച്ചു. അപ്പോൾ ഇത് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിനുള്ള സ്ട്രക്ചറാണ്. ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള സ്ട്രക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡ് എ സെമി കോളൻ. ഇങ്ങനെ തന്നെ നമുക്കൊരു വേരിയബിളിനെ ഇങ്ങനെയേ ഡിക്ലെയർ ചെയ്യാൻ പാടും. ഇതിൽ എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ ഇൻഡ് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും. എ കഴിഞ്ഞ സെമി കോളൻ ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എറർ വരും, അല്ലേ? ഈ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ ഒരു എറർ നിങ്ങൾക്ക് സൂചിപ്പിക്കും. അപ്പം ഈ കൊടുത്തിരിക്കുന്നത് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് പെർമിറ്റഡ് ആയിട്ടുള്ള പാറ്റേണിലാണോ അല്ലെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണോ, അതിൻ്റെ സിൻടാക്സ് അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് ആരുടെ ജോലി? സിൻടാക്സ് അനാലിസിസിൻ്റെ ജോലി. അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അപ്പോൾ അതെന്ത് ചെയ്യും? അതിനെ സിൻടാക്സ് എററായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇതിന് സഹായിക്കുന്നത് ഈ പാറ്റേണുകൾ ജനറേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ഓട്ടോമാറ്റ ജനറേറ്റ് ചെയ്യാൻ, ട്രാൻസിഷൻ ഡയഗ്രാംസ് ജനറേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ നമുക്ക് എന്താവശ്യമുണ്ട്? ഒരു ഗ്രാമർ ആവശ്യമുണ്ട്. മനസ്സിലായി? അപ്പോൾ ഒരു ഗ്രാമറിൻ്റെ സഹായത്താൽ മാത്രമേ നമുക്കിതിനെ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ ജി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ജി എന്ന് പറയുന്നതിന് ഒരു സെറ്റ് വാല്യൂസ് ഉണ്ടാവും. എന്തൊക്കെ വാല്യൂസ് ഉണ്ടാവും? ഇത് ഗ്രാമറാണ് കേട്ടോ. ഗ്രാമറിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഒരു 4 വാല്യൂസ് പറഞ്ഞാൽ മതി. 4 വാല്യൂസ് എന്ന് പറഞ്ഞാൽ there will be a set of variables, there will be a set of terminals, there will be a set of production rules and a start symbol, ഒരു start symbol. ഓക്കെ, എന്തൊക്കെയുണ്ടാവും? വേരിയബിൾ വി ഞാൻ എൻ്റെ ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കൂടെ. ചിലപ്പോൾ ഇതന്നെയാവും ടെക്സ്റ്റിൽ ഉണ്ടാവുക, നിങ്ങൾ നോക്കൂ. വി എന്ന് പറയുന്നത് വേരിയബിൾസ് എന്നാണ് ഞാൻ പറഞ്ഞത്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അതിനെ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സാധാരണഗതിയിൽ നമ്മൾ സൂചിപ്പിക്കുക. ഇപ്പോൾ എസ് എന്ന് പറയുന്ന
ഞാനൊരു ഗ്രാമർ എഴുതുകയാണ്. എസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ സിമ്പിളാണ് യൂസ് ചെയ്തത്. എസ് കൊണ്ടാണ് തുടങ്ങുന്നത് അത്. അപ്പോൾ ഇതിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഡിറൈവ് ചെയ്ത് പോകണം. ഇത് ടോപ്പിൽ കിടക്കുന്ന ഒരു വാല്യൂ ആണെന്ന് മനസ്സിലാക്കി. ടി എന്ന് പറയുന്നത് ടെർമിനൽസ് ആണ്. അപ്പോൾ ഇതിനെ വിഭജിച്ച് ചോട്ടിലേക്ക് നമ്മൾ ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോൾ ഇനി ഇല്ല, ഇതാണ് ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ അതാണെന്ത് ടെർമിനൽ. ഇപ്പം ഇൻഡ് എ സെമികോളൻ ഇത് ഒരു ഇതാണ് എസ്സിനെ സൂചിപ്പിക്കുന്നതെന്ന് കരുതുക. ഇനി നമ്മളതിനെ പാർട്ടാക്ക്. ഇൻഡ് എന്ന് പറയുന്നത് അതിലെ ഒരു ടെർമിനലാണ്. എ എന്ന് പറയുന്നത് അതിലത്തെ രണ്ടാമത്തെ ടെർമിനലാണ്. സെമികോളൻ എന്ന് പറയുന്നത് അതിലത്തെ മൂന്നാമത്തെ ടെർമിനലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വി എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ എസ് എന്ന് പറയുന്നതിന് ഞാൻ ഇങ്ങനെ ആരോ മാർക്കിട്ടാൽ ഇതാണ് പ്രൊഡക്ഷൻ റൂൾ എന്ന് പറയുന്നത്. എസ് എന്ത് തരത്തിലുള്ള ഒരു സ്ട്രിങ്ങിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഞാൻ ചെറിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ ടെർമിനൽ. ഇതൊരു ടെർമിനലാണ്. അതായത് എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. എക്ക് ഫർദർ എക്സ്പാൻഷൻസ് വേണ്ട. ഓർ എ എന്ന് പറഞ്ഞാൽ എസ്സിന് രണ്ട് പ്രൊഡക്ഷൻ റൂൾസ് ഉണ്ട്. എസ്സിന് ഒന്നുകിൽ എ ആയിട്ട് മാറാം, അതല്ലെങ്കിൽ എസ്സിന് സ്മോൾ എ ആയിട്ട് മാറാം. അപ്പോൾ ഈ സ്മോൾ എ ആയിട്ട് മാറി എന്ന് വെച്ചാൽ ഇനി ഫർദർ ഒന്നും നോക്കണ്ട, എസ് സ്മോൾ എ ആയിട്ട് മാറി കഴിഞ്ഞു. എസ് എന്ന് പറയുന്നത് സ്മോൾ എ ക്യാപിറ്റൽ എ ആയാൽ ഈ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ വേരിയബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് അതിനെന്ത് ചെയ്യണം? വീണ്ടും അതിനെ മാറ്റണം. അപ്പോൾ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഞാൻ പറയുകയാണ്, ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എ ബി ആവുന്നു. അപ്പം എ ബി ആയി. അപ്പം ഇവിടെ രണ്ടും എന്താണ്? ചെറിയ അക്ഷരങ്ങളാണ്. അപ്പം ഇത് രണ്ടും എന്താ? ടെർമിനലുകളാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ഈ എഴുതിയിരിക്കുന്ന ഇതൊരു ഗ്രാമറിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു ഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം വി എന്തൊക്കെയാണ്? വിയിൽ നമുക്ക് എസ് വരും, എ വരും. രണ്ടെണ്ണത്തിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, ഡിറൈവ് ചെയ്തെടുക്കാനുണ്ട്. ഇനി ടെർമിനലുകളായിട്ട് എന്തൊക്കെ വരും? എ വരും, ബി വരും. അപ്പോൾ ഈ ടെർമിനലുകൾ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ദ സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്. നിങ്ങൾ എന്തൊക്കെ ആൽഫബറ്റുകളാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെയാണ് ഈ ടെർമിനലുകളിൽ വരിക. ഓക്കെ. ഇനി പ്രൊഡക്ഷൻ റൂൾ ഏതൊക്കെയാണ്? ഇത് ഒന്നാമത്തെ പ്രൊഡക്ഷൻ റൂൾ, ഇത് രണ്ടാമത്തെ പ്രൊഡക്ഷൻ റൂൾ. ഈ ഗ്രാമർ തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ട് സിമ്പിൾ ഏതാണ്? എസ് ആണ്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ട് സിമ്പിൾ. അങ്ങനെ ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രാമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രാമറിന് എക്സാമ്പിളാണ്. ഈ ഗ്രാമർ പ്രകാരം നമുക്ക് എയും ബിയും അടങ്ങിയിരിക്കുന്ന സ്ട്രിങ്ങുകളെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. എയും സ്ട്രിയും അടങ്ങിയിരിക്കുന്ന സ്ട്രിങ്ങുകളെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാനിന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒരു സ്ട്രിങ് തരികയാണ്, എ ബി എന്ന് പറയുന്ന സ്ട്രിങ് തരികയാണ്. അപ്പം ഈ എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിനാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഗ്രാമർ പ്രകാരം ഇതിനെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നതാണ് നോക്കുന്നത്. എ ബി എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എ ബി എന്നുള്ളതിന് പല മെത്തേഡുകളുണ്ട്. ഞാൻ ഒരു മെത്തേഡ് മാത്രം എഴുതുന്നു. എനിക്കിതിനെ എസ് ആയിട്ട് കിട്ടണം, എസ്സിലേക്ക് എത്തിക്കാൻ പറ്റണം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? എ ബി എന്ന് പറയുന്നതിനെ എ ആക്കി മാറ്റും. അപ്പോൾ എ ആയി. എ ബി എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്തിട്ടതാണ്? എ എന്നിട്ടതാണ്. ഇനി എ എന്നുള്ളതിനെ എന്താക്കി മാറ്റാം? എസ് ആക്കി മാറ്റാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ സ്ട്രിങ്ങിനെ കിട്ടി, സ്റ്റാർട്ട് സിമ്പിളിലേക്ക് എത്തിക്കാൻ പറ്റി, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തു? ഐഡൻറ്റിഫൈഡ്. ദർ ഈസ് നോ സിൻടാക്സ് എറർ. നോ സിൻടാക്സ് എറർ ഇല്ല. ഓക്കെ. ഇനി ഞാൻ വേറൊരു സ്ട്രിങ്ങിനായിട്ട് എഴുതുകയാണ്, ബി എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രിങ്. എനിക്ക് ഈ ഗ്രാമർ പ്രകാരം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പം ഞാൻ എ ബി എന്നുള്ളതിന് എ ആക്കി മാറ്റാം, പെർമിറ്റഡ് ആണ്. അപ്പം ഞാൻ ബി എ എന്ന് എഴുതി അല്ലേ. ബി എ എന്നുള്ളതിന് എസ് ആക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ വെച്ച് അത് സ്റ്റക്കായി.
സ്റ്റക്കായി എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഓട്ടോമാറ്റിക് പറഞ്ഞപ്പോൾ ട്രാപ്പ് സ്റ്റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ട്രാപ്പ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ അതിന് തിരിച്ച് എങ്ങോട്ടും വരാൻ പറ്റില്ല. അപ്പോൾ എന്താ, ദർ ഈസ് എ സിൻടാക്സ് എറർ. ഇതൊരു സിൻടാക്സ് എറർ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള വിവരം തരാൻ വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ.